നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റാഫീഞ്ഞ തീരുമാനിച്ചിരിക്കുന്നു, ഒരു ഓഫറും കൺസിഡർ ചെയ്യേണ്ട. ഈവൻ സൗദി അറേബ്യയിൽ നിന്ന് ഓഫർ വന്നാൽ പോലും കൺസിഡർ ചെയ്യേണ്ട. ബാഴ്സയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ റാഫീഞ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഹൻസി ഫ്ലിക്ക് എത്തുന്ന ആ സമയത്തുണ്ടല്ലോ, ചാവി പോയി ഹൻസി ഫ്ലിക്ക് വരുന്ന സമയത്തൊക്കെ റാഫീഞ്ഞെ എങ്ങനെ ഒഴിവാക്കണം എന്ന തരത്തിൽ മുറവിളി കൂട്ടിയ ബാഴ്സ ആരാധകരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മറ്റേ ആൾക്ക് നിക്കോ വില്യംസിനെ റാഫീഞ്ഞയുടെ ജേഴ്സിയൊക്കെ ഇടിയിപ്പിച്ച് ഫോട്ടോ ഉണ്ടാക്കിയത്, അതായത് അദ്ദേഹം ഇട്ടുന്നല്ല, അങ്ങനെ ഫോട്ടോ ഉണ്ടാക്കിയതൊക്കെ റാഫീഞ്ഞയ്ക്ക് അത് വല്ലാതെ മനസ്സിൽ കൊണ്ടു. പിന്നെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സംഗതിയെല്ലാം മാറി. പോയ സീസണിൽ മിന്നും പ്രകടനം, ഈ സീസണിൽ അത് തുടരുന്നു. ബാഴ്സയുടെ മുന്നേറ്റത്തിൻ്റെ ചാലകശക്തി, സുപ്രധാന ചാലകശക്തി അതിപ്പോൾ റാഫീഞ്ഞയാണ്. സോ റാഫീഞ്ഞ തീരുമാനിക്കുന്നു ബാഴ്സയിൽ തന്നെ തുടരുക. മറ്റൊരു ഓഫറും, ഏത് ഓഫർ വന്നാലും ഇനി ബാഴ്സയിൽ തന്നെ തുടരുക. അറ്റ്ലീസ്റ്റ് അടുത്ത വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ആ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോയിലെങ്കിലും മറ്റൊരു ഓഫറും കൺസിഡർ ചെയ്യേണ്ടെന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. Rafinha has decided to stay at Barca and won't consider offers, including from Saudi Arabia, at least until after the World Cup. ക്ലബ്ബ് ഏതായാലും അദ്ദേഹത്തെ അൺടച്ചബിൾ ആയിട്ടാണ് കാണുന്നത്. ബാഴ്സയും അങ്ങനെ തന്നെയാണ്. താരത്തെ ഇനി വിട്ട് കൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം ഒരു കീ പ്ലെയർ, ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിലെ കീ പ്ലെയറായിട്ടാണ് അവർ റാഫീഞ്ഞയെ കാണുന്നത്. അദ്ദേഹത്തെ കൈവിടാൻ ബാഴ്സയും ഒരുക്കമല്ല. നോക്കണം നിങ്ങൾ, 2 വർഷം മുമ്പ്, 2 വർഷമല്ല 1.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷം എന്താണ്? അവിടെ നിന്ന് റാഫീഞ്ഞ എങ്ങനെ കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്ന്. യെസ്, റാഫിയാണ് താരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.